യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, 3-ാം വെള്ളിയാഴ്ചയാണ്. ഇന്ന് 7 ആശീർവാദത്തോടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തുന്ന ആളുകൾ നിയോഗം വെച്ച വ്യക്തികളുടെ പേരുകളും നിയോഗങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന 7 ആശീർവാദത്തോടെയുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണം രാവിലെ 8:15 ആരംഭിക്കും. ഇന്ന് ശുശ്രൂഷകൾ ആരംഭിച്ചത് രാവിലെ 4:30-ക്കാണ് പ്രാർത്ഥനയും കൗൺസിലിങ്ങും ആരംഭിക്കുന്നത്. ഓരോ വെള്ളിയാഴ്ചയും ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് പ്രഭാതത്തിൽ 4:30-ക്കാണ്. ഔദ്യോഗികമായി ആരംഭിക്കുന്നത് 8 മണിക്കാണെങ്കിലും ശുശ്രൂഷകൾ ആരംഭിക്കും 4:30-ക്ക്. അതൊക്കെ ദൈവനിയോഗവും സന്തോഷവും അനുഗ്രഹവുമാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിയോഗം സമർപ്പിച്ചവരെയും പ്രാർത്ഥിക്കുന്നവരെയും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രതീക്ഷയോടെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോരുത്തരും ദൈവത്താൽ, സത്യദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സത്യദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവവചനത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവവചനത്തിൻ്റെ ശക്തിയും ആഴവും ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹവും അതിലൂടെ അനുഭവിച്ചറിയാൻ കഴിയട്ടെ. പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനം 1 സാമുവേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. 1 സാമുവേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. സാവൂൾ സാമുവേലിൻ്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ, അപ്പോൾ ആരുടെ അടുത്ത് വന്നു? സാവൂൾ സാമുവേലിൻ്റെ അടുക്കൽ വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിത് ശരിക്കും ചിന്തിക്കണം. സാമുവേൽ ആരാണ്? ദൈവം തെരഞ്ഞെടുത്ത അഭിഷിക്തനായ ഒരാളാണ് സാമുവേൽ. ഒരു ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദാസനാണ്. ദൈവത്തിൻ്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിയാണ് സാമുവേൽ. ദൈവം വിളിച്ചയാളാണ്. അപ്പോൾ ആ വിളിച്ച് ദൈവം തെരഞ്ഞെടുത്ത ആളെ കാണാൻ സാവൂൾ വന്നു. സാവൂൾ വന്നു സാമുവേലിൻ്റെ അടുക്കൽ നിന്ന്. എന്നിട്ട് അവിടെ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവനൊരു പുതിയ ഹൃദയം നൽകി. പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവനൊരു പുതിയ ഹൃദയം നൽകിയെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളുടെയും ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്തൊക്കെ വരുമ്പം ദൈവം അവരെ പറഞ്ഞയക്കുന്നത് ഒരനുഗ്രഹം തന്നായിരിക്കും. ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിക്ക്, ഒരു സ്ഥലത്തിന് പ്രത്യേകതകളുണ്ട്. ആ വ്യക്തിയുടെ പ്രാർത്ഥന, ആ സ്ഥലത്ത് നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന, അതൊരു പുതിയ അനുഗ്രഹത്തെ കൊണ്ടുവരും. നിങ്ങളിപ്പോൾ ഈ വചനം കേൾക്കുന്നത് എവിടെ ഇരുന്നുമാകട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിൽ ആ പ്രാർത്ഥനയോടെയാണ് ഈ വചനം പ്രസംഗിക്കുന്നത്. ഇന്നിവിടെ വന്നിട്ടുള്ളവരെ ഞാൻ ഓർക്കുവാണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ ദൈവമേ, അവർക്കൊരു പുതിയ അനുഗ്രഹത്തെ കൊടുത്തു വിടണമേ. ഒരു പുതിയ വിടുതൽ അവരുടെ മേലുണ്ടാകണമേ. ഒരു പുതിയ വഴി അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ. വേറൊന്നും അവിടെ സംഭവിച്ചില്ല. ഒരു പുതിയ ഹൃദയം നൽകിയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, പുതിയ ഹൃദയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവം അതെന്താ അങ്ങനെ? ചിലപ്പോൾ നമ്മൾ പറയില്ല, എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മകൾ ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ സാഹചര്യങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ എത്ര നാളായി ഇങ്ങനെ സഹിക്കുന്നു, എത്ര നാളുകളായി ഞാനിങ്ങനെ ബുദ്ധിമുട്ടുന്നു. ആ വിഷയത്തിലെല്ലാം പറ, ഒരു പുതിയ ഹൃദയം എന്ന പോലെ ഒരു പുതിയ മാറ്റം അവിടെ കൊണ്ടുവരണമേ. ഒരു പുതിയ സൗഖ്യം അവിടെ ഉണ്ടാകണമേ. പുതിയൊരു വിടുതൽ അവിടെ കൊണ്ടുവരണമേ. പുതിയൊരു വഴി തുറന്നു തരണമേ. പുതിയൊരു മാർഗം കാണിച്ചു തരണമേ. പുതിയൊരു ജോലി എനിക്ക് തരണമേ. പുതിയൊരു ഇൻ്റർവ്യൂവിന് എനിക്ക് പോകാൻ പറ്റണമേ. എനിക്ക് ആ രാജ്യത്ത് എനിക്ക് ആ PR ശരിയാകണമേ. കാരണം ദൈവത്തോടുള്ള ബന്ധത്തിലാണ് പുതിയ അനുഗ്രഹമുണ്ടാകുന്നത്. സാവൂളിന് വേണമെങ്കിൽ അവിടെ തന്നെ ഇരുന്നാൽ പോരായിരുന്നോ? എന്തിനെങ്ങനെ പോയി പ്രാർത്ഥിക്കണമെന്നൊക്കെ ചിന്തിച്ച് അവിടെ ഇരുന്നാൽ പോരായിരുന്നോ? അല്ല,
വന്നു പ്രാർത്ഥിച്ചു. സാമുവേലിൻ്റെ അടുക്കൽ വന്നു പ്രാർത്ഥിച്ചു. ചില സ്ഥലത്ത് നമ്മൾ പോയി പ്രാർത്ഥിക്കണം. ചില വ്യക്തികളെ കണ്ട് തന്നെ പ്രാർത്ഥിക്കണം. അത് അനുഗ്രഹമാണ്. അടുത്ത വാക്യം നോക്കൂ. സാമുവേൽ പറഞ്ഞതെല്ലാം. അപ്പോൾ സാമുവേൽ എന്തൊക്കെയോ പറഞ്ഞു. സാമുവേൽ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. സാമുവേൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ. പ്രാർത്ഥനയിൽ ദൈവം പറയുന്നത് അന്ന് തന്നെ സംഭവിക്കും. വിശ്വാസത്തോടെ പറയുന്നത് അന്ന് തന്നെ സംഭവിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് അന്ന് തന്നെ ഉത്തരം കിട്ടും. അന്ന് തന്നെ അത് സംഭവിച്ചു എന്ന്. അന്ന് തന്നെ വചനം കേൾക്കുന്ന ഇന്ന് തന്നെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. വചനം കേൾക്കുന്ന ഇന്ന് തന്നെ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണം. വചനം കേൾക്കുന്ന ഇന്ന് തന്നെ എൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റം ഉണ്ടാകണമേ. വചനം കേൾക്കുന്ന ഇന്ന് തന്നെ എൻ്റെ കുടുംബത്തിനകത്തൊരു അനുഗ്രഹത്തെ അങ്ങ് അയക്കണമേ. വചനം കേൾക്കുന്ന ഇന്ന് തന്നെ ഈ രോഗം സൗഖ്യമാകണമേ. വചനം കേൾക്കുന്ന ഇന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തൊരു വലിയ വിടുതൽ സംഭവിക്കണമേ. ഒരത്ഭുതം സംഭവിക്കണമേ. ഇന്നു തന്നെ, അന്നു തന്നെ. ഈ വചനങ്ങൾ ശരിക്കും ചിന്തിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ എടുക്കുന്ന സമയത്തു തന്നെയാ ചില അനുഗ്രഹങ്ങളും എനിക്കുള്ള നന്മകളും ഉണ്ടായി വരുന്നത്. എൻ്റെ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഉണ്ടായി വരുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തും ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്ന സമയത്തുമാണ്. ഇന്ന് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തേ, സാവൂൾ സാമുവേലിൻ്റെ അടുക്കൽ വന്ന പോലെ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ഒരുപാട് പേർ ചോദിക്കുന്നു, ഈ ആലയത്തിൽ എന്താ ഇത്ര അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ കാരണം? എങ്ങനെയാണ് ഇങ്ങനെ ദിവസവും വചനങ്ങൾ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ അനേകർ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട്. ഒറ്റ ഉത്തരവുള്ളൂ. പ്രസംഗിക്കാൻ അറിയാവുന്നവരുള്ളത് കൊണ്ടല്ല, പാടാൻ അറിയുന്നവരുള്ളത് കൊണ്ടല്ല, ശുശ്രൂഷ ചെയ്യാൻ അറിയുന്നവരുള്ളത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യം ഉള്ളതുകൊണ്ട്. ആ സാന്നിധ്യത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും അനുഗ്രഹമായി അത് മാറുന്നത്. എനിക്ക് ആ വാക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു പുതിയ ഹൃദയം നൽകി അന്ന് തന്നെ സാമുവേൽ പറഞ്ഞതൊക്കെ സംഭവിച്ചു എന്ന്. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഇന്നു തന്നെ ചില അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ഒരു നിമിഷം ആ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിച്ച്, ഈ ആലയത്തിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് വചനം കേൾക്കുന്നവർ ഈ അനുഗ്രഹ ആലയത്തിന് വേണ്ടി, ശുശ്രൂഷകർക്ക് വേണ്ടി ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആ ഒരു സെക്കൻഡ് ഈ ആലയത്തെ ഓർത്താൽ മതി, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒരു സെക്കൻഡ് നിങ്ങൾ വീടുകളിൽ ഞങ്ങളെ ഓർത്താൽ മതി, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കാരണം നിങ്ങൾ ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നവരും അംഗീകരിക്കുന്നവരുമാണ്. ഈ ശുശ്രൂഷയെ നിങ്ങളുടെ കരങ്ങളിൽ അനുഗ്രഹമാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ വചനം മുഴങ്ങുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവിക ചൈതന്യമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുവാണ്. കർത്താവ്, ഈ ദിവസം ആരുടെയൊക്കെ നിയോഗങ്ങൾക്ക് വേണ്ടിയാണോ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടത്, ആരൊക്കെയാണോ ഈ വചനം കേട്ടത്, ആരുടെയൊക്കെ ഹൃദയങ്ങളിലാണോ ഈ വചനം മനസ്സിലായത്, ആരൊക്കെയാണത് വിശ്വാസത്തോടെ സ്വീകരിച്ചത്, ആരുടെയൊക്കെ നിയോഗങ്ങൾക്ക് മുമ്പിലാണോ ഞങ്ങൾ കരങ്ങൾ ഉയർത്തിയത്, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അത്ഭുതങ്ങളെ ഇവിടെ സംഭവിക്കണമേ, അടയാളങ്ങൾ ഇവിടെ സംഭവിക്കണമേ, ദൈവപ്രവർത്തികൾ ഇവിടെ സംഭവിക്കണമേ. എഴുതി സമർപ്പിച്ച ഓരോ നിയോഗങ്ങളിലും വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ, വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. ഈ മാസം കുട്ടികളുടെ അവരുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ വെച്ച് 2 മാസത്തോളമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ അനുഗ്രഹം അവരിൽ ഉണ്ടാകണമേ. ഓരോ നിയോഗങ്ങളിലും അത്ഭുതങ്ങൾ സംഭവിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. ശരീരത്തിൻ്റെ അകവും പുറവും ആരോഗ്യത്തോടെ സൂക്ഷിക്കണമേ. സമാധാനവും സന്തോഷവും തരണമേ. ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾ പാപികളും ബലഹീനരും നിസ്സാരരുമാണ്. ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്. ഞങ്ങളൊന്നുമല്ല, ഏതുമല്ല, ആരുമല്ല. ഞങ്ങളെ കൈവിടരുത് കർത്താവേ. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ സ്വന്തമായി കരുതണമേ. ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ, വളർത്തണമേ, സഹായിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ
സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ. ആമേൻ.